സമ്പന്നനും നീതിനിഷ്ഠനുമായ യോവാക്കീം എന്നൊരു യുവാവ് ബാബിലോണിലുണ്ടായിരുന്നു. ഹിൽക്കിയായുടെ മകളും ദൈവഭക്തയും അതീവ സുന്ദരിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ, നാഥാ ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ആദരണീയനായ യോവാക്കീമിന്റെയും സൂസന്നയുടെയും ജീവിതത്തിലേക്ക്. ചങ്ങാതി, സത്യം പറഞ്ഞ വ്യവഹാരത്തിനുള്ള ഒരു സ്ഥലമായി ഇവിടം തിരഞ്ഞെടുത്തത് സൂസന്നെ കാണാനുള്ള പൂതി കൊണ്ടാ. ഇസ്രയേലിൽ ഒരു പെണ്ണിനും കാണാത്ത സൗന്ദര്യം, യൂദായിൽ ആർക്കും കാണാത്ത അഴകിനുടമയാണവൾ. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എത്രയോ യൂദാമക്കളെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇവൾ സൂസന്ന, യോവാക്കീം എന്ന സമ്പന്നനായ വ്യാപാരിയുടെ ഭാര്യ. ബാബിലോണിൽ ഇസ്രയേൽ മക്കൾ അടിമകളാണ്. അവരുടെ സ്ത്രീകൾ നമുക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ ബാബിലോണിലെ ന്യായാധിപന്മാരാ, പൊതുസമൂഹം ആദരിക്കുന്നവർ. പിന്നെ എങ്ങനെ ഈ ആഗ്രഹ സാഫല്യം? ഉച്ചയ്ക്ക് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന യോവാക്കീമിന്റെ വിശാലമായ ഉദ്യാനത്തിൽ ഉലാത്താൻ പോവാറുണ്ട്. ആരും അറിയാതെ ഈ ഉദ്യാനത്തിൽ ഒളിച്ചിരുന്നാൽ അവളുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അവസരം ഒത്തുകിട്ടിയാൽ അവളെയും. എന്തു പറയുന്നു? അത് വേണം. എങ്കിലേ മനസ്സിൽ കുടിയിരിക്കുന്ന ഈ പൊറുതികേടിനൊരു പരിഹാരമാകൂ. ദേ, സൂസന്നയും തോഴിമാരും വരുന്നു. ഈ തോഴിമാരോടൊപ്പമല്ലാതെ അവളെ ഒന്ന് ഒറ്റയ്ക്ക് കയ്യെ കിട്ടാൻ എന്താ മാർഗം? ഒളിച്ചു നിൽക്കാം, അവർ കാണണ്ട. ഹോ, എന്താ ചൂട്! ഉഷ്ണക്കാറ്റ് വീശുന്നു. പൊയ്കയിലിറങ്ങി ഒന്ന് കുളിച്ചാലോ? ഇത്ര നേരത്തെയോ? ചൂടിൽ നിന്നും രക്ഷപ്പെടാം. നമ്മുടെ ഈ ഉദ്യാനത്തിലെ ശുദ്ധജല തടാകം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ തരുന്ന സ്നാനഘട്ടമാണ്. നിങ്ങൾ പോയി നമുക്ക് കുളിക്കാൻ വേണ്ട എണ്ണയും ലേപനങ്ങളും മറ്റും എടുത്തുകൊണ്ട് വരിക. ശരി സൂസന്ന. ആദ്യം ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പിൻവാതിൽ വഴി പോയാൽ മതി. അയ്യോ, നിങ്ങൾ എന്താ ഇവിടെ? എങ്ങനെ ഈ ഉദ്യാനത്തിനകത്ത് കടന്നു? സുസന്ന, നിന്റെ വീട്ടിൽ വ്യവഹാരത്തിലുള്ള വേദി ഒരുക്കിയതും ഞങ്ങളിവിടെ വന്നതുമൊക്കെ നിന്നെ കാണാൻ വേണ്ടിയാ. നീ ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടപ്പിച്ചു, ഞങ്ങൾ പിൻവാതിൽ അടച്ചു. ഈ ഉദ്യാനത്തിൽ നമ്മൾ 3 പേർ മാത്രമേ ഉള്ളൂ. സുസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ബാബിലോണിലെ ശ്രേഷ്ഠരായ ന്യായാധിപരാണ്. ഞങ്ങൾക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നത് നിന്റെ ഭാഗ്യം. ഞാൻ യോവാക്കീമിന്റെ ഭാര്യയാണ്. നിങ്ങളുടെ ഈ ചിന്തകളും വാക്കുകളും ഒന്നും ശ്രേഷ്ഠമല്ല. ദയവായി ഉദ്യാനത്തിന് പുറത്തു പോവുക. സുസന്ന, നീ ഞങ്ങൾക്ക് വഴങ്ങാതിരുന്നാൽ, ഞങ്ങളെ അനുസരിക്കാതിരുന്നാൽ നിനക്ക് അപകടം. ആരുമറിയില്ല. നിന്റെ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചവരാണ് ഞങ്ങൾ. എന്റെ ഈ ശരീരവും മനസ്സും സൗന്ദര്യവുമൊക്കെ എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാ. സൂസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ മോഹിക്കുന്നു. തൊട്ടുപോകരുതെന്നെ, ദുഷ്ടന്മാരെ! നിങ്ങളൊരു ജെറുസലേം പുത്രിയുടെ മാനത്തിന് വില പറയുന്നോ? കടന്നു പോവുക. നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവരാണ് ഞങ്ങൾ. പൊതുസമൂഹം ഞങ്ങൾ പറയുന്നതേ വിശ്വസിക്കൂ. അനുസരണയോടെ ഞങ്ങൾക്ക് വിധേയപ്പെടുക. ഇല്ല, മരിക്കേണ്ടി വന്നാലും സൂസന്നയുടെ ശരീരത്തെ സ്പർശിക്കാൻ അനുവദിക്കില്ല. ആരെവിടെ? ഓടി വരിക. സൂസന്ന ജാരനോടൊപ്പം ഉദ്യാനത്തിൽ. സൂസന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഉദ്യാനത്തിൽ. ഉദ്യാനവാതിലുകൾ തുറന്നിടുക. ചെല്ല്. കുടുംബമായി ജീവിക്കുന്ന കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ ഇത്? ഭർത്താവില്ലാത്ത നേരത്ത് ഉദ്യാനത്തിലെത്തി തോഴിമാരെ പറഞ്ഞു വിട്ടിട്ട് രഹസ്യക്കാരനെ വരുത്തി ആരോരും അറിയാതെ അവനുമായി രമിക്കാൻ ശ്രമിച്ചു ഇവൾ.
പകൽ നേരത്തെ വെളിച്ചത്തെ സാക്ഷിയാക്കി ചെയ്ത തിന്മ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. സൂസനയ്ക്ക് എന്ത് പറ്റി? സൂസനയ്ക്ക് എന്ത് പറ്റി? സൂസന്നയ്ക്കല്ല, പറ്റിയത് പാവം യോവാക്കീമിന്. ചതിച്ചയാളെ. പട്ടാപ്പകൽ ഈ ഉദ്യാനത്തിൽ തോഴിമാരെയെല്ലാം ഒഴിവാക്കിയിട്ട് സൂസന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം. മതിയാക്കുക ഈ നാണക്കേട്. ഇത് കേൾക്കുന്നത് തന്നെ പാപം. സൂസന്ന പാപിനിയാണെന്നതിന് മറ്റൊരു തെളിവും വേണ്ട. ഞങ്ങൾ സാക്ഷികളാണ്. പറയാൻ അറപ്പുണ്ട്. പറയാതിരിക്കുന്നതെങ്ങനെ? സൂസന്ന കുറ്റക്കാരിയാണ്. ഹിൽക്കിയായുടെ മകളും യോവാക്കിമിന്റെ ഭാര്യയുമായ സൂസന്നയെ കൊണ്ടുവരുവിൻ. ഞങ്ങൾ യോവാക്കീമിന്റെ ഉദ്യാനത്തിലിരിക്കുമ്പോൾ ഇവൾ തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലെത്തി. അവർ ഞങ്ങളെ കണ്ടില്ല. വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഉദ്യാനത്തിൽ പലതും കാണാൻ എളുപ്പമല്ല. ഉദ്യാനത്തിലെത്തിയ സൂസന്ന തോഴിമാരെ ഒഴിവാക്കി തനിച്ചായി. ഈ സമയം ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന ഒരു യുവാവ് സൂസന്നയ്ക്കടുത്തെത്തി. അവരുടെ പെരുമാറ്റത്തിൽ ദീർഘകാലമായ ഒരു ബന്ധമാണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തോട്ടത്തിൽ അവർ രമിക്കാൻ തുടങ്ങവേ ഞങ്ങൾ ശബ്ദമുണ്ടാക്കി. അവൻ ഓടിപ്പോയി. പക്ഷേ നമുക്കൊരു നിയമമുണ്ട്. വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ട ഇവൾ മരണശിക്ഷയ്ക്ക് അർഹയാണ്. യോവാക്കീമിനോടുള്ള മമത നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വിധിക്കുന്നു. പാപിനിയായ ഇവൾക്ക് മരണശിക്ഷ. ഇവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടട്ടെ. നീതിമാനായ ദൈവമേ, ഈ ആരോപിച്ച കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ശ്രേഷ്ഠന്മാരെന്ന് ജനം വിശ്വസിക്കുന്ന ന്യായാധിപരുടെ മനസ്സും പ്രവൃത്തിയും അറിയുന്നവനെ, എന്നിലെ നിരപരാധിത്വം വെളിവാക്കി തരണേ. മരിക്കാൻ എനിക്ക് ഭയമില്ല. നിൽക്കുക. നിരപരാധിയായ ഇവളെ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകുന്നു? ദൈവത്തിന്റെ പ്രവാചക ശബ്ദം പേർന്ന ദാനിയേലാണ് ചോദിക്കുന്നത്. ഞാൻ ദാനിയേൽ പ്രവാചകൻ. നിങ്ങൾ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. എനിക്ക് ഈ ന്യായാധിപ സംഘത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. നിരപരാധിയായ ഒരു സ്ത്രീയുടെ ജീവൻ നീതിരഹിതമായി അപഹരിക്കാൻ പാടില്ല. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ഞാൻ ദൈവമയച്ച പ്രവാചകൻ ദാനിയേൽ. പാപം ചെയ്യുന്നത് അലങ്കാരവും അവകാശവുമായി ധരിച്ചവനെ, നീ ഇവളെ പാപത്തിന്റെ വഴികളിൽ കണ്ടു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഉദ്യാനത്തിൽ ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് പരപുരുഷനോടൊപ്പം സൂസന്നയെ കണ്ടത്? ഉദ്യാനത്തിന്റെ വലതുവശത്തുള്ള ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. നീ പറയുന്ന വാക്കുകൾ സത്യമാണ്. തീർച്ചയായും. ഇവനെ അകത്തേക്ക് കൊണ്ടുപോവുക. അടുത്തവനെ വിളിക്കൂ. സൂസന്നയിൽ കുറ്റമാരോപിക്കുന്നതിലും അവളെ ശിക്ഷിക്കുന്നതിലും നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. സൂസന്നയെയും പരപുരുഷനെയും ഉദ്യാനത്തിന്റെ ഏതു ഭാഗത്ത് ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധരായി നിങ്ങൾ കണ്ടത്? അത് പിന്നെ തോട്ടത്തിന്റെ ഇടതുവശത്ത് തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു കരുവേലകത്തിന്റെ പിന്നിൽ. ഒരു നിരപരാധിനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സൂസന്നയുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ദൈവം ദർശനത്തിലൂടെ അരുളി ചെയ്തു. ഞാൻ ഇടപെട്ടു. നീതിപീഠത്തിന് മുന്നിൽ പോലും പെണ്ണ് സുരക്ഷിതയല്ല. ഈ കിരാതന്മാർക്ക് വഴങ്ങാത്ത പതിവ്രതയായ സൂസന്നയെ നമ്മൾ മോചിപ്പിക്കുന്നു. സ്വന്തം നിലമറന്ന ഇവർക്കുള്ള ശിക്ഷ ജനങ്ങൾ വിധിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവം മഹത്വമുള്ളവനാണ്. അവൻ നിരപരാധിയുടെ പ്രാർത്ഥന കേൾക്കും. നീതിമാനായ ദൈവം. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആർക്കുവിൻ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആർക്കുവിൻ. കാരുണ്യത്തികവാൽ സതതം കാത്തിടുമഖിലേശൻ. കാരുണ്യത്തികവാൽ സതതം കാത്തിടുമഖിലേശൻ.
കുറ്റം കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാ. കുറ്റം കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആക്കുവിൻ.